ഹായ് ഫ്രണ്ട്സ്, ഓണമൊക്കെ കഴിഞ്ഞ് ഓണം കഴിഞ്ഞാലും ഞങ്ങൾ പച്ചക്കറി തന്നെയായിരുന്നേ. ഓണം കഴിഞ്ഞായിരുന്നു, അമ്മയുടെ ആണ്ടായിരുന്നു 11-ാം തീയതി. 12-ാം തീയതി ഞങ്ങൾ മൂകാംബികയ്ക്ക് പോയി. അതാണ് വേറെ വീഡിയോകളൊന്നും ഇടാൻ പറ്റാതെ ഇരുന്നത്. അപ്പോൾ നമുക്കൊരു മോര് കൂട്ടാനുണ്ടാക്കാം. അപ്പോൾ നമ്മുടെ വെള്ളരി ഉണ്ടായിരുന്നേ, അപ്പോൾ അതൊക്കെ ഇട്ട് നമുക്കൊരു മോര് കൂട്ടാനുണ്ടാക്കാം. അപ്പോൾ നമുക്ക് വെള്ളരിയൊക്കെ പറിച്ചെടുക്കാം. അധികം വെള്ളരിയൊന്നും ഉണ്ടായില്ല. ഇനി ഇതെല്ലാം പറിച്ച് കളയുക. ഞങ്ങൾ പോയി വന്നപ്പോഴത്തേനും എല്ലാം ഉണങ്ങിപ്പോയി. എല്ലാം ഇലയൊക്കെ കൊഴിഞ്ഞ് നിൽക്കുമായിരുന്നു. ഈ പാവയ്ക്ക ഉണ്ടായതാണെങ്കിൽ പഴുത്തും പോയി വന്നപ്പോഴത്തേക്കും. പിന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെത്തിയെടുക്കാം. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് മഴയില്ലായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് എല്ലാം ഉണങ്ങിപ്പോയേ. നല്ലപോലെ ചെത്തിയെടുക്കാം. അപ്പോൾ ഞാൻ 2 പച്ചമുളകും പറിച്ചിട്ടുണ്ടായിരുന്നു. പച്ചമുളകൊക്കെ ഉണ്ട് കേട്ടോ, ഒക്കെ പഴുത്ത് നിൽക്കുമായിരുന്നു വന്നപ്പോൾ. പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ജീരകവും ഒരല്പം തേങ്ങയും എടുത്തിട്ടുണ്ട്. അപ്പോൾ മോര് ഇവിടെ നല്ല മോര്, നല്ല പാല് ഉറയൊഴിച്ചുണ്ടാക്കിയ മോരാണ്. അപ്പോൾ നമുക്കിതെല്ലാം ചെത്തിയെടുക്കാം. ചെറിയ ചതുര കഷ്ണങ്ങളാക്കി എടുക്കുക ചെയ്തത്. ഒരു കറിക്കുള്ളതേ ഉള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾ ഈ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ദിവസത്തേക്കുണ്ടാകും. കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അപ്പം തന്നെ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചേക്കും, ചൂടാറി കഴിയുമ്പോഴത്തേനും. പിന്നെ അതൊരു 2-3 ദിവസത്തേക്ക് ചാറുകറിയൊന്നും ഉണ്ടാക്കണ്ട. പിന്നെ വല്ല ഒലത്തോ അങ്ങനെ എന്തെങ്കിലും മതി. മീനൊന്നും വാങ്ങുന്നില്ലല്ലോ. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഒത്തിരി മൂത്തൊന്നും പോയിട്ടില്ലായിരുന്നു. ഇതിലേക്ക് ഒരു 4-5 പച്ചമുളകും കൂടെ കീറിയിടാം. പച്ചമുളക് എങ്ങനെ വേണമെങ്കിലും കീറിയിടാം. ഞാനിപ്പോൾ നീളത്തിലാണ് കീറിയിടണേ. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. ഇനി ഇതിന് വേവാനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടി ഇട്ടേക്കാം. ഇപ്പോൾ വെള്ളരിക്കയ്ക്കുള്ള ആ ഉപ്പാണ് ഇട്ട് കൊടുത്തേക്കണേ. മോരൊഴിക്കുമ്പോൾ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം. ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇനി ഇതിവിടെ ഇരുന്ന് വേവട്ടെ. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പൊക്കെ അരച്ചെടുക്കാം. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 കഷ്ണം ഇഞ്ചി, ഒരല്പം ജീരകം, ഒരു 3 പിടുത്തം തേങ്ങ, ഇതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളേ. അപ്പോൾ അതേ നമ്മുടെ വെള്ളരിക്കയൊക്കെ ഒന്ന് വെന്തോന്ന് നോക്കാം. ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് വെള്ളരിക്കയും വെന്തിട്ടുണ്ട്. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണമല്ലോ. ഞാൻ ആ ജാറ് കഴുകി ഇത്തിരി വെള്ളമോടെ ഒഴിക്കണ്ടേ.
എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ അരപ്പൊക്കെ നല്ലതുപോലെ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മോരൊഴിച്ച് കൊടുക്കാം. മോരൊഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. അരപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടട്ടെ, മോരും അരപ്പും കൂടെ. ഒന്ന് തിളവന്നെ, പതുക്കെ ഒന്ന് തിളവന്നം, അല്ലെങ്കിൽ ആ ഒരു തൈരിൻ്റെ ഒരു പച്ചച്ചുവയുണ്ടാവും. അങ്ങനെ പിരിഞ്ഞൊന്നും പോകുമൊന്നുമില്ല, നല്ലതുപോലെ തിളവന്നെന്നും പറഞ്ഞ്. നല്ലപോലെ ഇളക്കി കൊടുത്താൽ മതി മോരൊഴിച്ചതിന് ശേഷം. ഇനി നമുക്കിതൊന്ന് കടുകും കൂടെ താളിച്ചിടാം. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. അപ്പോഴത്തേനും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടട്ടെ. ഇതിലേക്ക് ഒരല്പം ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവയും നല്ലപോലെ പൊട്ടി വരുന്നുണ്ട്. അപ്പോഴത്തേനും ഒരു ചെറിയ ഉള്ളി, ചുവന്നുള്ളി അരിഞ്ഞു വെച്ചതാണ്, അതും ഒരു 3-4 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മോര് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ മോര് കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു നുള്ളു മുളക് പൊടിയും കൂടി ഇടാം. അപ്പോൾ ഈ മോര് കറിക്ക് നല്ലൊരു നിറം കിട്ടുമേ. പിന്നെ പുളി കൂടുതലാണെങ്കിൽ 1 സ്പൂണോ 1/2 സ്പൂണോ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനിപ്പോൾ അധികം പുളിയൊന്നുമില്ല, ഞാൻ ഉറയൊഴിച്ച് തലേ ദിവസം തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ മുളക് പൊടി ഇടുമ്പോൾ നല്ലൊരു ചുവപ്പ് നിറമൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.